നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഹിന്ദി സാഹിത്യके ഇതിഹാസ് ലേഖൻ പരമ്പര. ഹിന്ദി സാഹിത്യത്തിൻ്റെ ഒരുപാട് ഇതിഹാസ ഗ്രന്ഥങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല ആചാര്യന്മാരും പല വിദ്വാൻമാരും ഇതിഹാസ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുമുണ്ട്. ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് ആചാര്യ രാമചന്ദ്ര ശുക്ല 1929 എഴുതിയ ഹിന്ദി സാഹിത്യക ഇതിഹാസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ്. അതിനു മുമ്പും അതിനുശേഷവും ഒട്ടനവധി രചനകൾ ഈ ഒരു മേഖലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവ ഏതെല്ലാമാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. हिंदी में बहुत पहले ही साहित्यिक रचनाएं होने लगी थी, लेकिन 19वीं शताब्दी के पहले साहित्यिक कृतियों के बारे में कालक्रम की दृष्टि से अध्ययन करने का प्रयास किसी ने नहीं किया था. ഹിന്ദി സാഹിത്യത്തിൽ രചനകൾ വളരെ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നതാണ്. എന്നാൽ 19-ാം നൂറ്റാണ്ടിന് മുമ്പ് ഈ രചനകളുടെ കാലത്തിനനുസരിച്ചുള്ള യാതൊരു പഠനങ്ങളും ഒന്നും നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നില്ല. 84 വൈഷ്ണവോं की वार्ता, भक्तमाल, 252 वैष्णवों की वार्ता, कविमाला आदि कुछ ग्रंथों में हिंदी के कई कवियों के जीवन वृत्त और कविता का परिचय मिलता है, लेकिन इनमें कालक्रम का अभाव देखने को मिलता है. 84 वैष्णवों की वार्ता, भक्तमाल, 252 वैष्णवों की वार्ता, കവിമാല തുടങ്ങിയ കുറച്ച് ഗ്രന്ഥങ്ങളിൽ ഹിന്ദിയിലെ കുറച്ച് കവികളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഇതിലൊന്നും കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു കാര്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിൽ വിഭാജനം ചെയ്തിട്ടുള്ള ഒന്നും തന്നെ നമുക്ക് കൃത്യമായി ഇതിൽ നിന്നൊന്നും ലഭിച്ചിരുന്നില്ല. हिंदी साहित्य के इतिहास लेखन का सबसे पहला प्रयास एक फ्रेंच विद्वान ഗഴ്സാ ദത്താസി द्वारा हुआ था. സത്യത്തിൽ ഹിന്ദി സാഹിത്യത്തിനെക്കുറിച്ച് ആദ്യമായിട്ട് ഒരു ഇതിഹാസ രചന നടത്തുന്നത് ഫ്രഞ്ച് വിദ്വാനായ ഗഴ്സാ ദത്താസിയാണ്. उन्होंने पहला भाग 1839 और दूसरा भाग 1847 में प्रकाशित किया. 2 ഭാഗങ്ങളിലായിട്ടാണ് അദ്ദേഹം ഈ ഇതിഹാസ ഗ്രന്ഥം രചിച്ചത്. ആദ്യ ഭാഗം 1839 രണ്ടാമത്തെ ഭാഗം 1847 അദ്ദേഹം പ്രകാശിत ചെയ്തു. इसमें वर्णक्रम के अनुसार हिंदी और उर्दू के कवियों का विवरण किया है. ഇതിനകത്ത് അക്ഷരമാലാ ക്രമത്തിൽ ഹിന്ദി ഉറുദു കവികളുടെ വിവരണം അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. यद्यपि कवियों को कालक्रम की दृष्टि से रखा नहीं गया है, तो भी इस ग्रंथ का महत्व मानना ही पड़ता है. എന്നിരുന്നാലും ഇതിൽ കവികളെ കാലത്തിനനുസരിച്ചല്ല അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും ഇത് വളരെ മഹത്തകരമായിട്ടൊരു ഗ്രന്ഥം തന്നെയായിട്ടാണ് ഈ ശ്രേണിയിൽ നമ്മൾ കണക്കാക്കി പോരുന്നത്. दूसरा प्रयास शिव सिंह सेंगर ने किया. इन्होंने अपना ग्रंथ शिव सिंह सरोज में 1000 तक कवियों का उल्लेख किया. इतिहास की दृष्टि से इन ग्रंथ का महत्व ज़्यादा नहीं है. ഗഴ്സാ ദത്താസിക്ക് ശേഷം ശിവസിംഗ് സേങ്കർ ശിവസിംഗ് സരോജ് എന്ന ഗ്രന്ഥത്തിലൂടെ ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുകയുണ്ടായി. 1883 ഇത് അദ്ദേഹം എഴുതിയത്. ഇതിൽ ആയിരക്കണക്കിന് കവികളെക്കുറിച്ച് പറഞ്ഞു പോകുന്നുണ്ട്. എന്നിരുന്നാലും ഇതിഹാസ് കി ദൃഷ്ടി സെ ഈസ് ഗ്രന്ഥ കാ മഹത്വ സ്യാദ നഹീം ഹെ, അതായത് ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസത്തെക്കുറിച്ച് ഇതിഹാസത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇതിന് അത്രയ്ക്ക് മഹത്വം നൽകിയിരുന്നില്ല. ജോർജ് ഗ്രിയേഴ്സൺ രചിത് ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ കാ പ്രകാശൻ 1888 में हुआ. ഇതിനുശേഷം ജോർജ് ഗ്രിയേഴ്സൺ എഴുതിയ 1888 പ്രകാശനം ചെയ്ത ദ മോഡേൺ വെർണാക്കുലർ ലിറ്ററേച്ചർ ഓഫ് ഹിന്ദുസ്ഥാൻ എന്ന ഗ്രന്ഥമാണ് വരുന്നത്.
യഹി ഹിന്ദി സാഹിത്യ കാ പഹല ഇതിഹാസ് ഗ്രന്ഥ് മാനാ ജാത്താ ഹെ. ഇതാണ് ഹിന്ദി സാഹിത്യത്തിലെ ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥമായി കണക്കാക്കപ്പെടുന്നത്. കാരണം ग्रियर्सन ने कालक्रम के अनुसार साहित्यकारों का वर्गीकरण करते हुए उनके साहित्यिक विशेषताओं का भी परिचय दिया. ഈ ഗ്രന്ഥത്തിൽ ഗ്രിയേഴ്സൺ കാലക്രമത്തിനനുസരിച്ച് സാഹിത്യകാരന്മാരെ ഉൾപ്പെടുത്തി, അതിനു മാത്രമല്ല അവരുടെ ഓരോരുത്തരുടെയും പ്രത്യേകതകളും അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടാണ് ഇതിനെ ഹിന്ദിയിലെ തന്നെ ആദ്യത്തെ ഇതിഹാസ ഗ്രന്ഥമായി കണക്കാക്കുന്നത്. 1913 में मिस्र बंधुओं ने मिस्र बंधु विनोद नामक ഇതിഹാസ് ഗ്രന്ഥ का रचना की. 1913 മിസ്ര ബന്ധു വിനോദ് എന്ന് പറയുന്ന ഇതിഹാസ ഗ്രന്ഥം രചിച്ചു. എനിക്ക് 4 ഭാഗങ്ങൾ, ഇതിന് 4 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇൻമേ 5000 കവിയോം കാ നാം മിൽത്തേ ഹെ. ഇതിൽ നിന്നും 5000-ലധികം കവികളുടെ പേര് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിന് ശേഷമാണ് रामचंद्र शुक्ल വരുന്നത്. आचार्य रामचंद्र शुक्ल जी रचित हिंदी साहित्य का इतिहास 1929 में प्रकाशित हुआ. 1929 രാമചന്ദ്ര ശുക്ലിൻ്റെ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് പ്രകാശനം ചെയ്യുന്നത്. उन्होंने सबसे पहले हिंदी साहित्य को 4 काल खंडों में विभाजित किया और उन कालों की प्रमुख प्रवृत्तियों का मूल्यांकन किया. साहित्य के इतिहास परंपरा में इसका सर्वोच्च स्थान है. बाद में इतिहासकारों ने शुक्ल जी के दृष्टिकोण को आधार बनाया. അദ്ദേഹം തൻ്റെ ഹിന്ദി സാഹിത്യ കാ ഇതിഹാസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ഹിന്ദി സാഹിത്യത്തിൻ്റെ ഇതിഹാസത്തിനെ 4 കാലങ്ങളായി വിഭജിക്കുകയും അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് വന്നിരുന്ന ഓരോ രചയിതാക്കളും ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കൂടുതലും ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നും നമുക്ക് കാണാൻ സാധിക്കും. ആചാര്യ ശുക്ലജി കെ ബാദ് ആചാര്യ ഹസാർ പ്രസാദ് ദ്വിവേദി ഇസ് ക്ഷേത്രമേം അവതരിത് ഹുയി. ആചാര്യ ശുക്ലിന് ശേഷം ആചാര്യ ഹസാരി പ്രസാദ് ദ്വിവേദിയാണ് ഈ ക്ഷേത്രത്തിൽ നമുക്ക്, അല്ലെങ്കിൽ ഈ മേഖലയിൽ നമുക്ക് പിന്നീട് കാണാൻ കഴിയുന്ന ഒരു രചയിതാവ്. उनके हिंदी साहित्य की भूमिका क्रम और पद्धति की दृष्टि से इतिहास के रूप में प्रस्तुत नहीं है. അദ്ദേഹം എഴുതിയ രചനയായിരുന്നു ഹിന്ദി സാഹിത്യക്ക് ഭൂമിക. പക്ഷേ ഇതിന് ഹിന്ദി സാഹിത്യ ഇതിഹാസ ഗ്രന്ഥങ്ങളുടെ മഹത്വം അത്രത്തോളം ലഭിച്ചിരുന്നില്ല. ആചാര്യ ദ്വിവേദി കെ സാത്ത് സാത്ത് ഇസ് ക്ഷേത്ര മേ ഡോക്ടർ രാംകുമാർ വർമ്മ ആ ജാത്താ ഹെ. ആചാര്യ ദ്വിവേദിയുടെ ആ സമയത്ത് തന്നെയാണ് രാംകുമാർ വർമ്മയും വരുന്നത്. അദ്ദേഹം ഹിന്ദി സാഹിത്യ കാ ആലോചനാത്മക ഇതിഹാസ് എന്ന് പറയുന്ന ഗ്രന്ഥം 1938 എഴുതുകയുണ്ടായി. इसमें आदिकाल को छोड़कर अन्य सभी कालों में उन्होंने शुक्ल जी के वर्गीकरण का ही अनुसरण किया है. ഇതിൽ ആദികാലം മാറ്റി നിർത്തിയാൽ ബാക്കിയെല്ലാം ശുക്ലജി പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ഹിന്ദി സാഹിത്യ ഇതിഹാസ് എന്താണോ ആചാര്യ രാമചന്ദ്ര ശുക്ല പറയുന്നത് അതേപോലെ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞിരിക്കുന്നത്. യുഗോം കെ നാമകരൺ മേ പരിവർത്തൻ കർക്കെ ഉസ്കോ സരൽ ബനായ. അദ്ദേഹം ഓരോ യുഗങ്ങളും ശുക്ലജിയിൽ നിന്നും വ്യത്യസ്തമാക്കിക്കൊണ്ട് ഒന്നുകൂടി അതിനെ സരളമാക്കിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. इसके बाद काशी की नाकरी प्रचारणी सभा ने हिंदी साहित्य का बृहद इतिहास प्रकाशित करने का योजना तैयार किया. ഇതിനുശേഷം കാശി നാഗരി പ്രചാരണി സഭ ഹിന്ദി സാഹിത്യ കാ ബൃഹത് ഇതിഹാസ് എന്ന് പറയുന്ന ഒരു ഇതിഹാസ ഗ്രന്ഥം പബ്ലിഷ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. പ്രത്യേക ഖണ്ഡ് അലഗ് അലഗ് വിദ്വാനോം കെ സമ്പാദനമേം തയ്യാർ ഹുവാ ഹെ. ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഓരോ ഖണ്ഡങ്ങളും ഓരോ ഭാഗങ്ങളും ഓരോരോ വിദ്വാൻമാർ, അതായത് ഓരോരോ രചയിതാക്കൾ, പ്രധാനപ്പെട്ട രചയിതാക്കളാണ് അതിനുവേണ്ടി അത് എഴുതിയത്. ഇസ്മേം സൗസെ അധിക ലേഖക് സഹयोग ഹുവ. ഇതിനകത്ത് 100-ലധികം എഴുത്തുകാർ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇതിനുശേഷം ധീരേന്ദ്ര വർമ്മയുടെ ഹിന്ദി സാഹിത്യ, വിശ്വനാഥ് പ്രസാദ് മിശ്രൻ്റെ ഹിന്ദി സാഹിത്യ കാ അതീത്, കൃഷ്ണശങ്കർ ശുക്ലിൻ്റെ ഹിന്ദി സാഹിത്യ കാ ആധുനിക കാൽ വരുന്നുണ്ട്. അതിനുശേഷം ഹിന്ദി സാഹിത്യ കെ ഇതിഹാസോമേ ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത കാ ഹിന്ദി സാഹിത്യ കാ വൈജ്ഞാനിക് ഇതിഹാസ് ബഹുത് പ്രസിദ്ധ ഹെ. ഇതിനുശേഷം ഡോക്ടർ ഗണപതി ചന്ദ്രഗുപ്ത എഴുതിയ ഹിന്ദി സാഹിത്യ കാ വൈജ്ഞാനിക് ഇതിഹാസ് എന്ന് പറയുന്ന ഗ്രന്ഥമാണ് ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു ഗ്രന്ഥം. ജോ
1965 में പ്രകാശിത് ഹുവ. ഇത് 1965 പബ്ലിഷ് ചെയ്യുന്നത്. ഇതിന് 4 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് 1973 डॉक्टर नगेंद्र हिंदी साहित्य पर आधारित अपना ग्रंथ हिंदी साहित्य का इतिहास प्रकाशित किया. डॉक्टर नगेंद्रൻ്റെ ഗ്രന്ഥമായിരുന്നു ഹിന്ദി സാഹിത്യ का इतिहास. यह भी 4 कालों में विभाजित करके लिखा है. ഇതും 4 ഭാഗങ്ങളായിട്ട് വിഭജിച്ചാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഇതിഹാസ ഗ്രന്ഥങ്ങളായി കണക്കാക്കുന്നത്. ധന്യവാദ്.